പ്രൈസ് ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. അപ്പോൾ ഇബ്രാഹാം കവിണ്ണ് വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. യഹോവയായ ദൈവം ഇറങ്ങി വന്ന് എബ്രാഹാമിനോട് പറഞ്ഞു, നിന്റെ ഭാര്യയായ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്ന് ഇരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ചെയ്യും. രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ എബ്രാഹാം കവിണ്ണ് വീണ് ചിരിച്ചു. ഹല്ലേലൂയ. 100 വയസ്സുള്ള എനിക്ക് മകൻ ജനിക്കുമോ? 100 വയസ്സുള്ള എനിക്ക് മകൻ ജനിക്കുമോ? പ്രായാധിക്യമുള്ള സാറ പ്രസവിക്കുമോ? ലോകപ്രകാരം നോക്കുമ്പോൾ അസാധ്യമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് ദൈവം. നാഡിചെരുമ്പുകളെ സൃഷ്ടിച്ചവനാണ് ദൈവം. ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയ സർവ്വജഡത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവം ശൂന്യതയിൽ നിന്ന് എല്ലാത്തിനെയും വിളിച്ച് വരുത്തിയ ആ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് ഇബ്രാഹാമിനോട് പറയുകയാണ്, ഇബ്രാഹാമേ, നിന്റെ ഭാര്യയായ സാറ നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവനാണ് വാഗ്ദത്ത സന്തതി. അവന്റെ പേര് ഇസാക്ക് എന്നാകണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ എബ്രഹാം പറയുകയാണ്, ഹല്ലേലൂയ, എനിക്ക് ഇസ്മായേൽ മതി, അവൻ ജീവിച്ചിരുന്നാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇസ്മായിൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് എബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ ദൈവം പറയുകയാണ്, അതിന് ദൈവം അരുളിച്ചത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവനെ ഇസാക്ക് എന്ന് പേരിടാം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. ഹല്ലേലൂയ. ദൈവം വിളിച്ചു വേർതിരിച്ച എബ്രഹാമിനെ അനുഗ്രഹിക്കുവാൻ ദൈവം ശക്തനാണ്. അവൻ അനുഗ്രഹിക്കാതെ വിടുകയില്ല. ഹല്ലേലൂയ. വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയേ മതിയാകൂ. ദൈവം തരും, അതിന് ഉറപ്പാണ്. സമയം എത്ര കഴിഞ്ഞാലും ദൈവം പറഞ്ഞത് അതേപോലെ തന്നെ നടക്കും. ലോകപ്രകാരം നോക്കുമ്പോൾ, സയൻസ് നോക്കുമ്പോൾ, ഹല്ലേലൂയ, അത് നടക്കില്ല എന്ന് സയൻസ് പറയുമ്പോൾ ദൈവം പറയുകയാണ് സയൻസിനെ സൃഷ്ടിച്ചവനായ ദൈവം, ഹല്ലേലൂയ, ഈ ലോകത്തെ സൃഷ്ടിച്ചവനായ ദൈവം ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, ഞാനിതാ സകലതും വിളിച്ച് വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. ദൈവം ഇബ്രാഹാമിന് പറയുകയാണ്, നീ നോക്കിയേ, ആകാശത്തെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ പറ്റുമെങ്കിൽ നീ എണ്ണിക്കോ. അതേപോലെ നിന്റെ സന്തതികളെ, വാഗ്ദത്ത സന്തതികളെ, എബ്രാഹാമിൽ നിന്ന് ജനിച്ച ഇസാക്കിൽ നിന്നുള്ള സന്തതികൾക്ക് ഞാൻ നിത്യ നിയമം അവന് മേൽ ഞാൻ കൊടുക്കും. അവനെ നമ്മെ അനുഗ്രഹിക്കും എന്ന് എബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്യാണ്. എബ്രഹാം അപ്പോൾ ദൈവത്തെക്കാൾ ഉപരിയായി ഈ ലോകത്തിന്റെ ശാസ്ത്രത്തെ ചെറിയ മനസ്സിൽ നിന്ന് അവൻ ഒന്ന് നോക്കി. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ കവിണ്ണ് വീണ് അവൻ ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ലോകപ്രകാരം നോക്കുമ്പോൾ അത് അസാധ്യമാണ്. ലോകത്തിന്റെ ശാസ്ത്രപ്രകാരം നോക്കുമ്പോൾ അത് അസാധ്യമാണ്. അസാധ്യമായത് സാധ്യമാക്കുന്നവനാണ് ദൈവം തമ്പുരാൻ. അങ്ങനെ ഇബ്രാഹാമിന്റെ ജീവിതത്തിൽ ഇബ്രാഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. സാറ ഗർഭിണിയായി അവനൊരു മകനെ പ്രസവിച്ചു. ആ മകന് ഇസാക്ക് എന്ന് പേരിടണമെന്ന് ദൈവം പറയുകയും അവൻ ഇസാക്ക് എന്ന് പേരിടുകയും ചെയ്തു. ബാലൻ വളർന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഭവനത്തില് ഒരു പരിഹാസിയായിരിക്കുകയാണ് ഇസ്മായേലിന് അപ്പോൾ എത്ര വയസ്സുണ്ട്? 13 വയസ്സുണ്ട്. 13 വയസ്സ് ഉണ്ട്. ഹല്ലേലൂയ. എബ്രഹാം പരിച്ഛേദനയേറ്റപ്പോൾ ഇസ്മായേലിന് 13 വയസ്സുണ്ട്. പിന്നെ 1 വർഷോടെ കഴിഞ്ഞ് ഹല്ലേലൂയ ആണ്
ഇസാക്ക് ജനിക്കുന്നത്. അപ്പോൾ 14 വയസ്സ് കൊച്ചിന്റെ മുലകുടിയെ മാറിയപ്പോൾ ഏകദേശം 16 വയസ്സുണ്ട് ഇസ്മായേലിന്. ആ 16 വയസ്സുള്ള ഇസ്മായേല് പരിഹാസിയായി ആ ഭവനത്തിൽ പരിഹാസിയായി വളർന്നപ്പോൾ ഹല്ലേലൂയ ഹാഗാറിനെയും ഇസ്മായേലിനെയും ആ 16 വയസ്സുള്ള ആ ബാലനെയും കൂടി ഹാഗാറിനെയും വീട്ടിൽ നിന്ന് ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം മരുഭൂമിയിലേക്ക് പോവുകയാണ്. അവരെയും വലിയ ഒരു വംശമാക്കുമെന്ന് ദൈവം എബ്രാഹാമിനോട് വാഗ്ദത്തം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇസ്മായേല് ഹല്ലേലൂയ ചെറുകുട്ടിയല്ല, അവൻ ടീനേജാണ്. അവനൊരു ഏകദേശം 16 വയസ്സുള്ള ഒരു ബാലനായിരുന്നു. ആ മരുഭൂമിയിലേക്ക് അവൻ പോയപ്പോൾ ദൈവത്തിന്റെ വചനത്തില് വ്യക്തമായി എഴുതുകയാണ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നാൽ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. സെഖര്യാവ് എന്ന ഒരു പുരോഹിതന് അവിടെ അവൻ ദൈവത്തിന്റെ സന്നിധിയില് നീതിയോടെ ജീവിച്ച ഒരു പുരോഹിതനായിരുന്നു സെഖര്യാവ് പുരോഹിതൻ. അവൻ ദൈവത്തിന് ഇഷ്ടമായത് ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിന്റെ സർവ്വകൽപ്പനകളും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. അതായത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവരായിരുന്നു സെഖര്യാവും എലിസബത്തും. എലിസബത്ത് മച്ചിയായതുകൊണ്ട് അവൾക്ക് സന്തതിയിലായിരുന്നു. ഇരുവരും വയസ്സു എന്നവരുമായിരുന്നു. അവർ കൂറിന്റെ ക്രമപ്രകാരം ദൈവസേനയിലെ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പുരോഹിത മര്യാദ കർത്താവിന്റെ മന്ദിരത്തില് ധൂപം കാട്ടുമ്പോൾ അവന് നറുക്ക് വീണു. ധൂപം കാട്ടുമ്പോൾ കർത്താവിന്റെ ദൂതന് അവിടെ പ്രത്യക്ഷനാകുകയാണ്. സെഖര്യാവ് അവരെ കണ്ട് പരവശനായി. ദൂതൻ അവനോട്, സെഖര്യാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹനാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷ ഉല്ലാസം ഉണ്ടാകും. അവന്റെ ജനത്തില് പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കില്ല എന്നും എല്ലാം ദൈവത്തിന്റെ ദൂതന് സെഖര്യാവിനോട് പറയുകയാണ്. ഹല്ലേലൂയ. അവൻ ഇസ്രായേൽ പലരെയും അവിടെ ദൈവത്തിലേക്ക് തിരിച്ചു വരും. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെല്ലാം പറയുമ്പോൾ സെഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തെന്നാൽ അറിയും, ഞാൻ വർദ്ധനും എന്റെ ഭാര്യ വയസ്സ് എന്നുള്ളുമല്ലോ എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ പുരോഹിതനായ, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന, ദൈവത്തിന്റെ മഹത്വമെല്ലാം അറിയുന്ന, ദൈവത്തെ പൂർണ്ണമായി അറിയുന്ന ജനങ്ങളോട് ദൈവത്തിന്റെ ശക്തിയെ പറ്റി പറയേണ്ട പുരോഹിതൻ, അവന്റെ ജീവിതത്തില് ദൈവം ഒരു കാര്യം പറഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, നിന്റെ ഭാര്യ പ്രസവിക്കും, നിനക്കൊരു മകൻ ഉണ്ടാകും, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞപ്പോൾ അവനത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഇവിടെ ആദ്യം നമ്മൾ എന്താണ് പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകത്തിൽ എബ്രഹാമിന് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ലോകത്തിന്റെ ശാസ്ത്രം നോക്കി. ഇവിടെ സെഖര്യാവ് പുരോഹിതനും അത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. കാരണം ലോകത്തിന്റെ ശാസ്ത്രം നോക്കുകയാണ്, ലോകത്തിന്റെ നടപ്പ് നോക്കുകയാണ്. ദൈവം ശാസ്ത്രത്തെ ഉണ്ടാക്കിയവനാണ് ദൈവം, ലോകത്തെ ഉണ്ടാക്കിയവനാണ് ദൈവം, ഈ പ്രപഞ്ചത്തെ ഉളവാക്കിയവനാണ് ദൈവം. ആ ദൈവത്തിന് ശാസ്ത്രം ബാധകമല്ല, നിയമം ബാധകമല്ല, നിയമത്തിന് അതീതനാണ് എന്റെ ദൈവം. അതുകൊണ്ടാണ് സെഖര്യാവ് ദൂതനോട്, ഞാനിത് എന്തെന്നാൽ അറിയും, ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സു എന്നുള്ളമല്ലോ. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാൻ, ഈ സദ്വർത്തമാൻ നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൂതൻ പറയാണ്, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, ഗബ്രിയേൽ ദൂതനാണ്. എന്നെ ദൈവം ഈ ദൂതൻ നിന്നോട് അറിയിക്കുവാൻ വേണ്ടി വിട്ടതാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഉത്തരമായി. ഹല്ലേലൂയ. ദൈവമക്കളെ, ലോകപ്രകാരം നോക്കുമ്പോൾ ഇതെല്ലാം അസാധ്യമാണ്. പക്ഷേ ദൈവം തന്റെ മക്കൾക്ക് ഹല്ലേലൂയ കൊടുക്കുന്ന നന്മകൾ ലോകത്തിലെ ഒരു ശക്തിക്കും അവർക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല. ലോകപ്രകാരമുള്ള ശാസ്ത്രപ്രകാരമല്ല ദൈവമക്കൾക്ക് ദൈവം അനുഗ്രഹം കൊടുക്കുന്നത്. എന്റെ ഈ വചനങ്ങളെ ഹല്ലേലൂയ, ദൈവത്തിന്റെ ഈ വചനങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഹല്ലേലൂയ മക്കളില്ലാത്തവരായി ഉണ്ടെങ്കിൽ, ദൈവമേ നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ ഊന്നി ഞാൻ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവം ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രായം ചെന്നവരായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ വൃദ്ധരായിരിക്കാം, നിങ്ങളുടെ ഭാര്യ വൃദ്ധയായിരിക്കാം. പക്ഷെ മക്കളില്ലെങ്കിൽ
ദൈവത്തോട് വാഗ്ദത്തം പറഞ്ഞ നിങ്ങൾക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് ഓടാമ്പലുകളെ ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമര കഥകളെ തകർക്കുന്ന എന്റെ ദൈവം ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് എബ്രഹാമിന്റെ ജീവിതത്തില്, സക്രിയാവിന്റെ ജീവിതത്തില് നമ്മൾ പഠിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തോടൊന്ന് ചോദിച്ചാൽ മതി, ദൈവമേ നീ എന്നെ ഓർക്കണമേ. നീ എബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചതാണ്. എബ്രഹാമിനെ ബിംബങ്ങൾ ഉണ്ടാക്കുന്ന മേഖലകളിൽ നിന്ന് എബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച ദൈവം, ഹല്ലേലൂയ, എബ്രഹാമിന് മക്കളില്ലാത്തവനായി ഇരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം അവനെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ദൈവം വിടുകയില്ല. അതുകൊണ്ടാണ് എബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നക്ഷത്രങ്ങളെ നോക്കുവീൻ, കടലിലെ പൊടിയെ മണലിലെ പൊടിയെ നോക്കുവീൻ, ഇതുപോലെ നിന്റെ മക്കളെ ഉളവാക്കുമെന്ന് പറഞ്ഞ ദൈവം അതുപോലെ തന്നെ വംശങ്ങളെ, ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ വെളിപാട് പുസ്തകം വരെ എബ്രഹാമിന്റെ ചരിത്രമാണ്, ഹല്ലേലൂയ, എഴുതിയിരിക്കുന്നത്. ആ എബ്രഹാമിനെ ദൈവം വലിയവനാക്കി, അവന്റെ സന്തതി പരമ്പരകളെ ദൈവം വലിയവനാക്കി. സക്രിയാവിന്റെ ജീവിതത്തിൽ സക്രിയാവിൽ നിന്ന് സ്നാപക യോഹന്നാൻ ഉളവായി. ആ സ്നാപയോഹന്നാനോ യേശുവിനെ വഴിയൊരുക്കുവാൻ വേണ്ടി സ്നാപയോഹന്നാനെ സക്രിയാവിൽ നിന്ന് എലിസബത്തിൽ നിന്ന് ഉളവാകുവാൻ ദൈവത്തിന് കൃപ തോന്നി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമ്മൾ വരാം. അപ്പോൾ എബ്രഹാം കവിഴ്ന്നു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവനെ മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ? ദൈവമക്കളെ, ലോകപ്രകാരം നോക്കുമ്പോൾ അസാധ്യമാണ്. ലോകപ്രകാരം നോക്കുമ്പോൾ അസാധ്യമാണ്. ശാസ്ത്രം നോക്കുമ്പോൾ അസാധ്യമാണ്. പക്ഷേ എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ഇമ്പോസിബിളായ ഒരു കാര്യവുമില്ല. ദൈവത്തിന് എല്ലാം ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.